കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 2026-27 സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്ന 11 കോടിയുടെ പദ്ധതികൾക്ക് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ കൊട്ടാരത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ രത്നേഷ് കുമാർ എന്നിവർ ചേർന്നാണ് അംഗീകാരം നൽകിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 2026-27 സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്ന 11 കോടിയുടെ ജനകീയാസൂത്രണ പദ്ധതികൾക്കാണ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകിയത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ കൊട്ടാരത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ രത്നേഷ് കുമാർ എന്നിവർ ചേർന്നാണ് അംഗീകാരം നൽകിയത്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹായത്തോടെ പന്നിക്കോട് പ്രവർത്തിക്കുന്ന ഓട്ടിസം സെൻറ്റർ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി സഹായത്തോടെ ജില്ലയിൽ മാതൃകാ കേന്ദ്രമാക്കി സജ്ജീകരിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് വിഹിതമായി 20 ലക്ഷം രൂപ വകയിരുത്തി തയ്യാറാക്കിയ പദ്ധതി, കൂടാതെ കൊടിയത്തൂരിലെ ഈ ഉസൻ മാസ്റ്റേഴ്സ് പ്രതികേന്ദ്രം പുനർനിർമ്മിച്ച് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമായി സ്ഥാപിക്കുന്ന ലൈബ്രറിക്ക് പുറമെ ഡിജിറ്റൽ ലൈബ്രറിയും കോൺഫറൻസ് ഹാളും കലാകേന്ദ്രവുമാക്കി സജ്ജീകരിക്കുന്നതിനുള്ള പദ്ധതിയും, അടുത്ത 5 വർഷം കൊണ്ട് വനിതകൾക്കായി 200 വ്യവസായ സംരംഭങ്ങൾ ലക്ഷ്യം വെച്ച് ഈ വർഷം വനിതാ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 25 ലക്ഷം രൂപയുടെ പദ്ധതിയും, കൂടാതെ വനിതകളുടെ നൈപുണ്യ വികസനം ലക്ഷ്യം വെച്ച് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററും, സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള കുതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, 24 മണിക്കൂർ പാലിയേറ്റീവ് പരിചരണത്തോടൊപ്പം കിഡ്നി സംബന്ധിച്ചുള്ള രോഗങ്ങൾ കാരണം ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് കിറ്റ് സമ്മാനിക്കുന്ന പദ്ധതി, പഞ്ചായത്ത്, കൃഷി, ക്ഷീരവികസനം, ആരോഗ്യം, പട്ടികജാതി വികസനം, അംഗൻവാടി മേഖലകളിലെല്ലാം നടപ്പിലാക്കുന്ന ഏറ്റവും നൂതന പദ്ധതികൾക്കും പുറമെയാണ് ഈ പദ്ധതികൾ എന്ന പ്രത്യേകത കൂടിയുണ്ട്. കാർഷിക മേഖലയിൽ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനും ഇരുവഴിഞ്ഞി ചാലിയാർ പുഴകളിൽ കുളിക്കുവാൻ ഇറങ്ങുന്നവർക്ക് നേരെയുള്ള നീർനായ ആക്രമണത്തിന് പരിഹാരമായി ഒരു കുളിക്കടവിലെങ്കിലും നീർനായ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി കൊടിയത്തൂർ കോട്ടമഴിക്കടവിൽ നീർനായ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുമുള്ള പദ്ധതിയും ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകിയ പദ്ധതികളിൽ ഉൾപ്പെടും. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷം നടപ്പിലാക്കുവാൻ തയ്യാറാക്കിയ 165 പദ്ധതികളാണ് ജില്ലാ ആസൂത്രണ സമിതി അംഗീകരിച്ച് നൽകിയത്. ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി യോഗത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കസ്ന ഹമീദ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി OA അൻസു, പ്ലാനിംഗ് അസിസ്റ്റന്റ് ജസീദ തടായിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.